ഹായ് ഗൈസ്, വെൽക്കം ടു OHF ഫ്ലീ മാർക്കറ്റ് കൊച്ചി. ഇയാളാണ് എന്റെ സിസ്റ്റർ ധന്യ. ഇപ്പോഴാണ് നമുക്ക് വീഡിയോ വരാൻ പറ്റുന്നത്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബഡി. ഓ, ഇത് അമ്മയുടെ ബർത്ത്ഡേ ആണോ അതോ മോന്റെ ബർത്ത്ഡേ ആണോ? അയ്യോ, ഞാൻ ഭയങ്കര അണ്ടർ ഡ്രസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മേക്കപ്പ് സജിത്ത് സുജിത്ത് ആണ്. ഓക്കെ, പിന്നെ ഇത് ചൈനന്നാണ്, ഇതും ചൈനന്നാണ്, ഞാൻ ഇന്ത്യനുമാണ്. അതെ, അപ്പൊ ഇത് പ്രിയ ഭയങ്കരമായിട്ട് ഒരുങ്ങി റെഡിയായി ഗോർജിയസ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, എന്റെ ഇത് മെറ്റീരിയൽ ഷീമാട്ടിന്നാണ്. തുന്നിയത് അവിടുത്തെ തന്നെ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരു ടൈലറാണ്. പട്ടാണി സൂട്ടാണ്. പക്ഷെ പട്ടാണി സൂട്ടിന്റെ പാന്റ് ശരിയായില്ല. അടിപൊളിയായിട്ടുണ്ട്. പാന്റ് സൈഡിൽ നന്നായിട്ട് കുറച്ചുകൂടി ചുരുക്ക് വേണമായിരുന്നു. ഇത് പുതിയ ട്രെൻഡാണ്. ഒരു ബലൂൺ പാന്റ് വേണമായിരുന്നു. നമ്മുടെ ചെല്ലപ്പൻ ചേട്ടൻ പറഞ്ഞാണ് ഭയങ്കര ട്രെൻഡാണ്. വേദുന്റെ നോക്കട്ടെ. സൂട്ടാണ്. അതെ, വേദുന്റെ ജാക്കറ്റ് പ്രാണയെന്ന് തുന്നിയതാ അല്ലേ? Wish everybody a great sale and all the best. Thank you. ആദ്യമേ പ്രിയ വേദുവിനെ നമുക്ക് ആദ്യം ഒന്ന് സർപ്രൈസ് ചെയ്യണ്ടേ? വേദുവിനെ കാണിച്ചു കൊടുക്ക്. വേദുമോൻ, മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. വാ, ഒരു സാധനം കാണിച്ചു തരാം. അപ്പൊ നോക്ക്. 1 2 3. പ്രിയയുടെ ഫുൾ ഐഡിയ ആണ് ഡെക്കറേഷൻസ്. ശാശുണ്ട്, വേദു ഉണ്ട്, സ്നോ ഉണ്ട്. വേദുവിന് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ഇഷ്ടായടാ? ഇഷ്ടായ? Many many happy returns of the day buddy. ഹലോ, ആരാ നോക്ക് ബാക്കില്? ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ. വേദുന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ദിയ. ദിയ വേദു എല്ലാം മാച്ചിങ് കളേഴ്സ് ആണല്ലോ. ആര് കണ്ട? ക്രിസ്മസ് ഫാദർ കറക്റ്റ് ടൈമിന് എത്തിയത്. അതാണ് നമ്മുടെ ഗാങ്. മനസ്സിലായില്ല? തിരിയൻ വാലുണ്ടോ? എല്ലാവർക്കും ഉണ്ട്, പുറത്ത് കാണിച്ചെന്നുള്ളൂ. അതെ, ഇതിനകത്ത് കിട്ടട്ടെ. ഒരു ഹഗ്ഗി കൊടുക്ക്. ഹഗ്ഗി ഇല്ലാതെ ഹഗ്ഗി. ആ, പ്രിപ്പയർ ചെയ്യണം. അന്തുന് ബർത്ത്ഡേ അമ്മ ഇന്ന്. നല്ല ആൾക്കാരൊക്കെ നവംബർ 30th. ഹലോ ഹലോ. ഓക്കെ, ഇതുവരെ ആരും വെയിറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ വീഡിയോയിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന ഇയാളാണ് എന്റെ സിസ്റ്റർ ധന്യ. ഇപ്പോഴാണ് നമുക്ക് വീഡിയോയിൽ വരാൻ പറ്റുന്നത്. ഭയങ്കര ഷൈ ആയിട്ടുള്ള ഫുൾ ഫാമിലിയാണ്. സോ അധികം ഇവരെ സംസാരിപ്പിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പയ്യെ പറയാം. പക്ഷെ ഇതാണ് മൈ ഡിയർ സിസ്റ്റർ ധന്യ. ഓക്കെ, ഇനി ബാക്കിയുള്ളവരോട് രഞ്ജുടെ ഇത് എന്റെ ഡിയർ ബ്രദർ ഇൻ ലോ രഞ്ജൻ. ദുബായിലായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്. അതെ, ആക്കടെ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ രഞ്ജനാണ്. ഞാൻ എല്ലാരും ഫസ്റ്റ് ടൈം ക്യാമറ വരുന്നോണ്ട് ഭയങ്കര ഷൈ. സോ പയ്യെ എല്ലാരും ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഇവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. 2 ആണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ളവര് ഇത്
പരസ്യമേ എല്ലാരും അത് ഓർഡർ ചെയ്തോളൂ. ഇതെന്റെ 2 നീന്താണ്, നിധി, നിരഞ്ജന. എല്ലാരും പറഞ്ഞില്ലേ ഭയങ്കര ഷൈ ആണ്. ഇതൊരാളുണ്ട്. ഇവര് രണ്ടും ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഇതെല്ലാരും ഒരു 6 അടി ഫാമിലിയാണ്. അത് മൂത്താൾ എത്രയാണെന്നറിയോ? 6 അടി 4. എല്ലാരും മാറും, ഹൈറ്റ് ഇല്ലാത്ത എല്ലാരും മാറുമാണ്. ഇതാണ് എന്റെ സ്മോൾ ഫാമിലി. ഒരാളും കൂടെ ഉണ്ട്, പുള്ളി MBBS പോണ്ടിച്ചേരി പഠിക്കുവാണ്. ആരും കണ്ടില്ല എന്ന് പറയരുത്. അടുത്ത വേദന സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണ്. തന്നെ നോക്കട്ടെ. 1 മമ്മി സൈഡിലേക്ക് വാ. ഓ ഓ ഓ ഇവിടെ ഓടിക്കാൻ പറ്റില്ലായിരിക്കും ചിലപ്പോ. നമുക്ക് അവിടെ പോയിട്ട് ഓടിക്കാം. ഓക്കെ, ഹോൺ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ചവിട്ടിക്കോ. ഫ്രിന് ഞങ്ങൾ അന്തുന് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ ഇയാൾക്ക് കേക്കിനുള്ള ആർത്തിയില് അന്തുനോട് പറയാം കേക്ക് വന്നിട്ട് വേഗം വന്ന് കണ്ടു. സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഫുൾ ഫ്ലോപ്പ് ആക്കി. ഓക്കെ, അപ്പൊ അന്തുന്റെയും കൂടെ ബർത്ത്ഡേ ആണ്. വൺസ് അഗൈൻ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നല്ലവരൊക്കെ ജനിക്കുന്നത് നവംബർ 30th ജൂലൈ 4 അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഇടാലോ. ഹലോ, അപ്പഴ ബർത്ത്ഡേ അറിയോ? അമ്മയുടെ ആണോ? അസുഖമാണോ? ആ റാഡ്സൺ ബ്ലൂല് നോക്ക്, തുടങ്ങിയതേ ഉള്ളൂ. പോരെ, വേറെ എന്ത് വേണം? സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ കൈ കണക്ക് കണ്ട. ആ ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെ വരുമോ, എങ്ങനെയായിരിക്കും, എത്ര തേങ്ങ ഉടക്കാനുണ്ടെന്ന്. ഒരു സമാധാനം ചെയ്യുന്നത് ജെഫ്രി. എല്ലാരും പോയി ജെഫ്രിനെ വിളിച്ചോണ്ട് വരുന്നത്. ആ ക്യാൻഡിൽ കത്താതെ ഇവിടെ കേക്ക് കട്ടില്ല. ഇത് AC-യുടെ തൊട്ടടിയില്ല. ഏതില്? അതിനകത്ത് സ്റ്റോക്ക് ഉണ്ട് കുറെ ഓൾറെഡി. ഭക്ഷണം ഉണ്ട് കുറെ അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. ഊത്, നല്ല വിഷ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാടുപേരിയൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അന്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തേ കോടികളുടെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്താ? അത് മതി, അത് കേട്ടാ മതി. ഞങ്ങൾക്ക് ഒരു പങ്ക് വേണം അതിന്. അതാ അല്ല, വേറെ കോടികളുടെ ഗിഫ്റ്റ് കൊടുത്തു. വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഫുഡിന്റെ സെക്ഷനൊക്കെ അടിപൊളിയായി നടക്കുന്നുണ്ട്. ഇവര് ടെക്സസിൽ നിന്ന് വന്നതാണ്. ഒരുപാട് പേര് ദൂരെ സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദം. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ്, നിങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഓരോ തവണയും നടത്താൻ പറ്റുന്നത്. ഇത് കാലിക്കട്ടിൽ നിന്നുള്ള ഷറഫ ഫുഡ്. ഇവിടെ നമ്മുടെ കപ്പ് കേക്ക്സും ഡിസേർട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടാ വേദുവിന് താങ്ക് യു പറ. എപ്പോഴും വരുന്നതാണ്, കൊല്ലത്തുനിന്നാണ്. നമ്മുടെ എല്ലാ എക്സിബിഷനും വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടനാണ്. ആ ദിയ, ഓഹോ എന്ത് വേണം വേറെ. അയ്യോ, ഓ അലുത്തുപോയി. ചോക്ലേറ്റ് അലുത്തിലേക്ക് നീ അലുത്തു. മെറി ക്രിസ്മസ് ഒക്കെ പറയണ്ടേ ജെഫ്രി?
ഇവരെല്ലാരും സങ്കടം തോന്നുന്നു എന്തിനാ? ജെഫ്രിനെ കളിയാക്കണ കണ്ടിട്ട്. അയ്യോ ബെസ്റ്റ് ആളാ നോക്ക്. ഞാനിത് ഓഫായി കളയുമ്പോ ഇവരെ കളിയാക്കുള്ളൂ. അതെ മാറാൻ പോകുന്ന ഡ്രസ് ആൾക്കാര് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജെഫ്രിനെ പപ്പാനിയാക്കിയത്. കൊടുത്തില്ലേ ഇവന് ഒരു ദിവസം ഒരു ഗിഫ്റ്റേ ഉള്ളു കേട്ടാ പപ്പാനിയുടെ ഇന്ന്. ആ ഇവര് ചിലപ്പോ വലിച്ചൊക്കെ എടുത്ത് കളഞ്ഞു. മെറി ക്രിസ്മസ് പറയണം. ആ ഇനി കുറച്ചേരം പോയി മാറ്റിക്കോ. വൈകുന്നേരം 4 മണിയാകുമ്പോ തിരിച്ചു കയറണം. അടിക്കണ്ട ഭയങ്കര സൗണ്ടാ. നമ്മുടെ ശില്പ വന്നിട്ടുണ്ട്. ശില്പയും സിസ്റ്റർ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ആ അതെ അങ്ങനെ എടുപ്പിച്ചിട്ടേ വിടുവുള്ളൂ. ശില്പ എറണാകുളത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഷീ വിസിറ്റഡ് us too. വെരി വെരി ഹാപ്പി. എന്തായാലും ഓവറോൾ നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ചേട്ടൻ ചേച്ചിയുണ്ട് കൊല്ലത്തുനിന്ന്. എപ്പോഴും വരും. എനിക്ക് സെക്കൻഡ് എക്സിബിഷൻ തൊട്ടാന്ന് തോന്നുന്നു, 3rd എക്സിബിഷൻ തൊട്ടാണ് വരുന്നത്. ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഹാപ്പിയായി എക്സിബിഷൻസ് അടിപൊളിയായി നടക്കുന്നുണ്ട്. വിചാരിച്ചതിനും കാട്ടി ഗ്രാൻഡായിട്ടാണ് നടക്കുന്നത്. ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരാം. ഇത് വെണ്ടർ തന്നെയാണ്, നമ്മുടെ ഒരു ഷോപ്പിൽ ഉള്ള കുട്ടിയാണ്. ട്രാൻഡ്രത്ത് ഇന്നലെ കൊണ്ടുവരാൻ മറന്നുപോയി ടെൻഷനായിട്ട് വേറെ ആള് വഴി ഇങ്ങോട്ട് കൊടുത്തയച്ചാന്ന്. ട്രാൻഡ്രത്തിന്റെ ചൂട ഉണ്ടാക്കിയ ബോളി. വിശക്കുന്നു അപ്പൊ വാങ്ങി. എല്ലാരും റൂമിലിരുന്ന് അമ്മയാണ് എല്ലാ പിള്ളേരെയും ബേബി സിറ്റ് ചെയ്യുന്നത് കേട്ടാ. പിള്ളേർക്ക് ആകെ ഫുഡ് അമ്മയാണ് കഴിക്കുന്നത്. പിന്നെ പിള്ളേർ നിരഞ്ജനയുടെ ഫുഡാണ് അമ്മ എടുത്ത് കഴിക്കുന്നത് കേട്ടോ. നിരഞ്ജന ഭയങ്കര ടാലന്റഡാ. ആ നിധി അതിനെക്കാട്ടി നന്നായിരിക്കും അറിയോ. എല്ലാരും ഭയങ്കര ടാലന്റഡാ. അപ്പൊ ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാമാ. ശ്വേത വന്നിട്ടുണ്ട്. സുജിത്ത് അവിടെയാണ്. താങ്ക് യു ഫോർ കമ്മിങ്. യാ അപ്പൊ സുജിത്ത് ഭക്തൻ ഇവിടെ കസാക്കിസ്ഥാനില്ല. പക്ഷെ ചിലപ്പോൾ ന്യൂ ഇയർ ഞങ്ങൾ രണ്ടുപേരും ഒരേ രാജ്യത്തായിരിക്കും. ചിലപ്പോ ഞങ്ങളിപ്പോ സംസാരിച്ചപ്പോഴാണ് അങ്ങോട്ടേക്കൊക്കെ പ്ലാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ന്യൂ ഇയറിന്റെ ഒരു കൊളാബ് വീഡിയോ കാണാം. അവരവിടെ ഉണ്ടെങ്കിൽ കേട്ടോ. അവര് വിസയ്ക്ക് കൊടുത്തോളൂ. ഞങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട്. തായിലല്ലോ അത് പറയില്ല. ആ വിസ റിജക്ട് ആയവരൊക്കെ മാറി നിന്നോ. എന്റെ കൂടെ നിന്ന് ഇപ്പൊ ഫോട്ടോ എടുത്തോളൂ ചേച്ചി. ഞാൻ ഇപ്പൊ കണ്ട് സംസാരിച്ചേ ഉള്ളൂ. ഇങ്ങനെ പ്ലെയിൻ റെഡ് ദുപ്പട്ട ഇട്ട് വന്ന ആന്റിക്കാണ് ആദ്യത്തെ നമ്മുടെ സമ്മാനം. ക്രിസ്മസ് ഫാദറിന് ബിരിയാണി വേണമെന്ന്. എത്ര വർഷമായി നമ്മള് ജെഫ്രി കണ്ടിട്ട്? എത്ര വർഷമായി? എന്നാ നമ്മള് കണ്ടേ? ബാംഗ്ലൂര് 1.5 years ഒന്നും അല്ല. കഴിഞ്ഞ വർഷമല്ലേ അതിൽ കൂടുതലായില്ലേ? 2 വർഷമായി നമ്മള് കണ്ടിട്ട്. ഓൾമോസ്റ്റ് ബാംഗ്ലൂർ 2 വർഷമായി. അതാ പറഞ്ഞ ബാംഗ്ലൂർ വെച്ച് നമ്മള് കണ്ടപ്പോ കൊച്ചു പയ്യെ. ഇപ്പൊ ഇവിടെ ഏതാന്നറിയോ, നമ്മുടെ സ്റ്റാർബക്സ് മറ്റേ ടാറ്റ ഗ്രൂപ്പിന്റെ ഒക്കെ എന്തോ ഹെഡൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റാർബക്സ് അല്ലേ? എനിക്ക് 200 പാക്കറ്റ് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. പറഞ്ഞില്ലല്ലോ. 200 അതിന് പറഞ്ഞില്ലല്ലോ. അതൊന്നും അറിയില്ലല്ലോ. മനസ്സിലായില്ലേ? വലിയ പയ്യനേ. അതെ നമ്മുടെ കാലിക്കട്ടിലെ ബെസ്റ്റ് കസ്റ്റമേഴ്സ് ആയിരുന്നു. ഇത്തവണ എറണാകുളത്ത് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. 2 ലക്കി ഡ്രോ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ കാലിക്കട്ട് വന്ന് തരുന്നതായിരിക്കും. ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ്. എപ്പോഴും നമ്മുടെ ബെസ്റ്റ് കസ്റ്റമേഴ്സ് ആയി നിൽക്കുന്ന 2. അതെ ബെസ്റ്റ് കസ്റ്റമേഴ്സ്. അപ്പൊ താങ്ക് യു. ഭാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാലിക്കട്ട് സ്വർണം ആയിട്ട് വരുന്നതായിരിക്കും.
ഫാമിലിക്ക് അത് ഇവിടെ ഫാമിലി ഒന്നല്ലേ, ബിസിനസ് ആണ്. നോ അമ്മ അപ്പ ബച്ച. ഓക്കെ, ഇപ്പൊ എത്ര രൂപയ്ക്ക് വാങ്ങി? ഇപ്പൊ ഞാനൊരു 11 രൂപയായി. അത് ഒരു കൂപ്പണേ ഉള്ളൂ. മതി, ഞാനിപ്പോ 3 കൂടി ഇപ്പൊ എടുക്കും. നിന്റെ ഇത് കാശ് എടുത്തിട്ട് ഞാൻ വാങ്ങും ചുരിദാർ. അപ്പൊ 3 ആയില്ലേ? അപ്പൊ ഗോൾഡ് ബാഗ് കിട്ടിയ പകുതി ആയിരിക്കും, പകുതി അത് നമ്മള് പിന്നീട് നമ്മള് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. 3 കഴിഞ്ഞിട്ട് ഫുഡിന്റെ ഒക്കെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. അത് ഏതിൽ നിങ്ങൾ വാങ്ങിയില്ല, ഫുഡൊന്നും വാങ്ങിയില്ല? വാങ്ങി. അതൊക്കെ ആഡ് ചെയ്തോ? അപ്പൊ 15 അത്രയൊന്നും ഫുഡൊന്നും വാങ്ങിക്കാണില്ല. ചുമ്മാ പറയാലോ. ഇതാരെ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ വന്നിരിക്കുന്നത് നോക്ക്. ഇത് മേരിയാൻ കൊടുത്താ. നൈസാണാ? ഗിഫ്റ്റാണോ? ഓ മൈ ഗോഡ്. ദിയ, അത് ദിയ എന്നതാ? നോക്കട്ടെ ഫേസ് ഒക്കെ. ഓ ബർത്ത്ഡേ ബോയ് സ്റ്റൈലായി നടക്കുന്നുണ്ടല്ലോ. മുതലാളി ചൈന കഴിഞ്ഞിട്ട് ഒരു വിവരം ഇല്ലല്ലോ. വലിയ വലിയ ആൾക്കാർ വരുമ്പോ നമ്മൾ കൂടെ കൊണ്ട് കാണിക്കണം. അത് കാണിക്കണം. എസ്കോട്ട് വേണം. ഇല്ലെങ്കിൽ ചിലമേക്ക് പെട്ടെന്ന് പോയാലോ. ഭയങ്കര സ്നേഹപ്പെടാനാണ്. ആര് ആണോ? അതിന്റെയാ കിട്ടില്ലാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അടുത്ത പ്ലാൻ ചെയ്തു ഓൾറെഡി. എനിക്കറിയാം. ഇനിയിപ്പോ എന്തായാലും മാച്ചിങ് പേരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആളെ മാറ്റി കുറച്ചും കൂടെ വൈബുള്ള ആളെ എടുത്തു. എവിടെ വൈഫ്? എവിടെ വൈഫ് വന്നാൽ ഇവിടെ എന്തെങ്കിലും കച്ചവടം നടക്കുള്ളൂ. ഇത് ബാറ്റ്മാൻ. സ്പൈഡർമാൻ വിത്ത് ഗ്ലിറ്റർ. ഓ ബ്യൂട്ടിഫുൾ. നോക്കട്ടെ, ഇതാണോ ഒരു ഹഗ്? നാണോ? അപ്പൊ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വരാം. അതിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഫുൾ കൺഫ്യൂഷനായി. അത് കേട്ടാ, എറണാകുളത്തേക്ക് കോളേജിലേക്ക് വന്നത് ഇവിടെ എക്സിബിഷൻ ഉള്ളപ്പോ ഇങ്ങോട്ട് ചാടി ചാടി വരാനാന്ന്. ആ അപ്പൊ ഷോപ്പിൽ വന്നിട്ട് ഞങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ തൊട്ടടുത്താ? ഓക്കെ, എന്നാലും ഇപ്പൊ കോളേജിൽ ഇങ്ങോട്ട് വന്നത് ഗുണമായല്ലോ. അപ്പൊ എല്ലാ എക്സിബിഷനും വരണം. താങ്ക് യു. ഫോട്ടെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, നമുക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സും സപ്പോർട്ട് ഫാമിലിയൊക്കെ ഉള്ളപ്പോ എന്ത് വേണം. ചേച്ചി വന്നു, അനു വന്നു, അന്തുവിന്റെ ഡാഡി മമ്മിയൊക്കെ വന്നു. ദേ അന്തുവിന്റെ ഡാഡി മമ്മി വന്നു. ഹലോ സുന്ദരി, മൈ ഗോഡ് യു ലുക്കിംഗ് ടു ബ്യൂട്ടിഫുൾ. ഓ റോഡിൽ കൂടെ നടക്കല്ല, സിനിമയിലൊക്കെ എടുത്തോണ്ട് പോകും കേട്ടാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി പോയി. ഏത് ബാത്റൂമിലാ? ഇതേ പ്രിയാന്റിനെ കാണിക്കും. പ്രിയാന്റി ഒക്കെ ഷോക്കാവും. പ്രിയ ഹാപ്പി ആയി. കയ്യിൽ ഓൾറെഡി ക്രിസ്മസ് ഡെക്കറേഷൻസ് കിട്ടി. ഇത് ഇമ്പോർട്ടഡ് ആണെന്നാ പറഞ്ഞത്. അതാണ് ഇത്രയും ക്വാളിറ്റി വെയിറ്റും കോട്ടൺ ടൈല്. ഇതെടുത്ത് നോക്കിയില്ലേ, ബൾബാണോ തൂക്കുന്ന സാധനം? ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ് ആണ്. ക്രിസ്റ്റലാ? ഓക്കെ. സോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോട്ടൺ ടൈലിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ഓർഡർ ചെയ്യാം. ബ്യൂട്ടിഫുൾ സ്റ്റോൾസ് ആണ്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. കംപ്ലീറ്റ് ക്രിസ്മസ് വൈബ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ വെരി വെൽ ഓർഗനൈസ്ഡ്. എനിക്ക് പറയാനുള്ളത് അതാ. ഓബിയസ്ലി ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയ സ്കെയിലിൽ ഒറ്റയ്ക്ക് നിങ്ങൾ എൻ്റെ കൂടെ നടത്തിയില്ലേ, കൺഗ്രാറ്റുലേഷൻസ്. ഫുഡ് ആണെങ്കിലും കോഫി ടീ കൊടുക്കുന്നതാണെങ്കിലും വെൻഡേഴ്സിന് ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വെജിറ്റേറിയൻ ബിരിയാണി കഴിച്ചിട്ട് വരെ അടിപൊളിയാന്ന് പറഞ്ഞു അല്ലേ. ഹോട്ട് ബോക്സിൽ നിന്ന് ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മളെന്തോ കഴിക്കുന്നത് അതാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അതാണ് വേറെ റിസ്ക് എടുക്കണ്ടല്ലോ. ഓക്കെ, പിന്നെ അതെ, ഇത് നമ്മുടെ ഒരു ഹാപ്പി ഫാമിലിയുടെ ഫോട്ടോ ബൂത്ത് ആണ്. സോ കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് തീമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വേദുവിന്റെ കട്ടൗട്ട്, ശാശയുടെ കട്ടൗട്ട്, അത് ബർത്ത്ഡേക്ക് വേണ്ടി സ്പെഷ്യൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കാരേജ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇവര് ഇത് ലാസ്റ്റ് മിനിറ്റ് ഞാൻ ഓരോ പ്രാവശ്യം പറയും ഞാൻ ഇത് വേണം അത് വേണം, ലാസ്റ്റ് മിനിറ്റ് ഓരോന്ന് ആഡ് ചെയ്ത് പക്ഷെ എന്നാലും അവര് ചെയ്തില്ലേ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്മസ് ഡെക്കറേഷൻ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കിയത് ബോട്ടായി ഈവന്റ് പ്ലാനേഴ്സ് ആണ്. അവരുടെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ആയാലും, ഞാൻ ലാസ്റ്റ് മിനിറ്റ് മിക്കപ്പോഴും വിളിക്കാറ്. ലാസ്റ്റ് മിനിറ്റ് വിളിക്കണ്ട, ലാസ്റ്റ് മിനിറ്റ് വിളിച്ചാലും ചെയ്തു തരാൻ ഇവരുണ്ട്. അതെ, അടുത്ത കോണ്ടസ്റ്റിന് നൈക്കിയുടെ ഷൂസ് ഇട്ട് വന്നവർക്ക് നമ്മുടെ ഗിഫ്റ്റ് നോക്കാം. ആദ്യം വരുന്നവര് ഇവിടെ ഈ കൗണ്ടറിന്റെ പേര് പറയാം. ഓക്കെ, നൈക്കി ഷൂസ് ഉണ്ടോ? നൈക്കി ഷൂസ് വല്ലാണ് ഇട്ടിരിക്കുന്നത്? അല്ല, അറിയുന്നൊരു സാധനമൊക്കെ പിടിച്ചിട്ടുണ്ടോ? ആശേഷ്
സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. നമ്മുടെ കസ്റ്റമേഴ്സ് ആയാലും ബ്രാൻഡ് ഓണേഴ്സ് ആയാലും ആർക്കാണെന്ന് വെച്ചാൽ നൈക്കി ഷൂസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവരും ഇനി ഷൂസ് നോക്കും. ആദ്യമേ വരുന്നു. ഇന്ന് നൈക്കി ഷൂസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കൗണ്ടറിൽ വന്നാൽ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ഡാഡി ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. നൈക്കി ഷൂ. ഓ നൈക്കി ഷൂ. ഞങ്ങൾ ഈ നൈക്കി ഷൂ അല്ല, ഞങ്ങൾ വൈറ്റ് നൈക്കി. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പിന്നെ സമാധാനമല്ലോ. എല്ലാം കഴിഞ്ഞ് വന്നു, ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചു. സമ്മാനമൊക്കെ തീർത്താ? സമ്മാനം അതെ, ചോക്ലേറ്റ്സ് കൊടുക്കട്ടെ ഞാൻ മാക്സിമം കൊടുക്കത്. സമ്മാനമൊക്കെ മാറ്റി കുറച്ച് ഗേൾസ് വന്നിട്ടുണ്ട്. അറിയാം, അതാണ് ഇത് കൊടുക്കാൻ, ഗിഫ്റ്റ് കൊടുക്കാൻ വന്ന. കോസ്റ്റ്യൂമിലേക്ക് വരാൻ. ഇന്ന് നമ്മുടെ ഇമോഷണൽ സപ്പോർട്ട് എവിടെ? ഇതാണ് അരുൺടെ ഭാര്യമാരുടെ പിന്നിൽ. അല്ല, അന്ന് ഞങ്ങൾ വീട്ടിൽ പോയി ടേസ്റ്റ് ഇല്ലേ, അന്ന് ചേച്ചീനെ ട്രാൻഡ്രത്ത് വിളിച്ചു വരുത്തിപ്പിച്ചു സിസ്റ്ററിനെ. അന്ന് ചേട്ടനില്ലായിരുന്നു. ഇന്നിപ്പോ ആളുണ്ട്, അതുകൊണ്ട് ഇമോഷണൽ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. എന്തായി മാക്രൂൺസ്? അല്ല, മറ്റേ കോക്കനട്ട് അവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പൊ കിട്ടിയത് തന്നെ നേരെ പകുതി തീരുന്നു. അത് ഭയങ്കര ടേസ്റ്റാ പറയാ, ഭയങ്കര ടേസ്റ്റാ അത്. പിന്നെ എടുത്തോണ്ട് പോയതാ. ഒരു ഹാപ്പിനെസ് വന്ന് പറഞ്ഞിട്ട് പോവാ. അതെ, എത്ര രൂപ വാങ്ങിയ? 27,000 ഒരു കസ്റ്റമർ എല്ലായിടത്തും കൂടി. അപ്പൊ അവരോട് കുറച്ചും കൂടെ ഒന്ന് അപേക്ഷ പിടിച്ചാൽ കിട്ടും. ഗുഡ് ഈവനിങ്. എല്ലാ ഫിലിം അവിടെയും വരും, ഓർമ്മയില്ലേ? ഫോട്ടോസൊക്കെ നമുക്ക് ബാങ്ക് ഓഫ് വേദൂസ് വീട്ടിൽ പോയിരിക്കുക. ഇപ്പൊ വരും. എന്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ബാങ്ക് ഓഫ് ഫാഷന്റെ അല്ല, ഭംഗി വെച്ച് വരും. എന്ത് ചെയ്യാനാ? ഓക്കെ മനസ്സിലായി. എന്താ ഡാഡിയുടെ ഐഡിയ ആണ്. 5 റുപ്പീസിന്റെ നോട്ടുള്ളവര് വേഗം വരിക, കൗണ്ടറിൽ വരിക. കുറച്ചു നേരിട്ട് വരുന്നില്ല, ഞാൻ ആരുടെ കയ്യിലും ഇല്ല എന്നിട്ട് ഓടി വന്നു. കിട്ടിയപ്പോ ഇത് കിട്ടാൻ പാടാ. ഡാഡിക്ക് അത് കാണാനായിരുന്നു. ഇപ്പോഴും 5 റുപ്പീസിന്റെ നോട്ട് ഉണ്ടാവുന്നു. ഇത് ഫോട്ടോ എടുത്ത് വെക്കണം എന്ന് ഞാൻ പറയും. കണ്ട അവിടെ പ്രിയക്ക് ഇപ്പൊ ഇടി കൊണ്ടാ കേട്ടാ. പ്രിയ പോയി കവള് പിടിച്ചതാ, ഇടിച്ച ഷേപ്പ് കണ്ട. ആർക്കാണെങ്കിലും അടിക്കും അല്ലേ? ദേഷ്യം വന്നിട്ട് കടിച്ച് കീറാൻ പോവാണ്ട. പപ്പാനി ഗിഫ്റ്റ് കൊടുത്തായിരുന്നോ? ഒരു സമാധാനമായിട്ട് വിടട്ടെ അല്ലേ? ഇടി കിട്ടും. അതെ, വാങ്ങിന്ന് കേട്ട് ചന്ദനത്തിരി. എവിടെ കണ്ടാലും വാങ്ങും. 90 മിനിറ്റ് നിൽക്കും ഒരു തിരി. ഓ, എന്ത് വേണം? 1.5 കംപ്ലൈന്റ് ചെയ്ത നിന്നില്ലെങ്കിലാ. ഇന്ന് പോയി കത്തിച്ചു നോക്കും കേട്ടാ. ഞങ്ങള് വീട്ടിൽ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങൾ സ്വയം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. 90 മിനിറ്റ് കത്തുള്ളൂ. പ്രിയയുടെ സ്ക്രീൻ ഫാദർ വന്നിട്ടുണ്ടല്ലോ, ശിവചേട്ടനാണത്. എനിക്ക് ഷോക്ക് ആയത് എന്താ അറിയോ? 100 മൂവീസ്, can you believe? തെലുങ്ക് പടങ്ങള് 100. അത് മാത്രമല്ല, ഷിച്ചേട്ടനൊക്കെ ഞാൻ സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് അപ്പോഴും ഈ യൂസ് ടു ഡു തെലുങ്ക് മൂവീസ്. അപ്പൊ അതില് ഒരു പടം 100 ഡേയ്സ് അല്ല, ഒരു വർഷം ഓടിയ ഒരു പടം ഉണ്ട്. അറിയോ? ഞങ്ങള് പറയായിരുന്നു പ്രിയയുടെ സ്ക്രീൻ ഫാദർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്ക്രീൻ ഫാദർ, ഇത് ഒറിജിനൽ ഫാദർ. ഞാൻ പറയാം, ഷിച്ചയുടെ 100 ഫിലിംസിൽ അഭിനയിച്ച കാര്യം ശരിക്കും ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. തെലുങ്കിലായതുകൊണ്ട് ഫസ്റ്റ് ടൈമിലൊന്നും അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല ശരിക്കും. എന്നോട് പറയുന്ന ഷിച്ചയുടെ ആദ്യ കാലത്തിൽ ഇത് അഭിനയിച്ചാണ് 1 വർഷത്തോളം ഓടിയത്. ഏതായിരുന്നു ആദ്യത്തെ ദേവി എന്ന് പറഞ്ഞ പടം? ദേവിയിലാണ് ഞാനും ദേവിശ്രീ പ്രസാദ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് 1 ഇയർ ഓടിയ പടം. 1 ഇയർ ഓടി. 1 ഇയർ ഓടിയ പടം ഓർമ്മയുണ്ട്. 2 പടം ഉണ്ട്. 2 പടം 1 ഇയർ ഓടി. മനസ്സന്തനോ എന്ന് പറഞ്ഞിട്ട് വേറെ പടം. ഇപ്പൊ ലാസ്റ്റ് അഭിനയം ചെയ്ത പടം ഇപ്പോ റിലീസായത് ഗോഡ്സെ. ലാസ്റ്റ് വന്നത് ഗോഡ്സെ അല്ല, ഹിഡിംബ. ഓക്കെ. ഇപ്പൊ വരാൻ പോകുന്ന ഇനിയിപ്പോ റോബിൻഹുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയില ഷൂട്ടിങ്ങോടെ കഴിഞ്ഞു.
അപ്പൊ തെലുങ്കനായി. ഷീച്ചേട്ടനപ്പൊ തെലുങ്ക് നമുക്ക് അവിടെ ABCD തന്നെയാണ്. പോലെ വരും. അതെ. അപ്പൊ താങ്ക് യു ചേട്ടാ വന്നതില്. താങ്ക് യു. ഷീച്ചേട്ടന്റെ കൂടെ അഭിനയിച്ച പട്ടി ഹസ്കി എന്റെ റെമ്യൂണറേഷൻ എത്ര അറിയോ? പെർ ഡേ 30,000 rupees. ഒരു ദിവസം അത് AC-ൽ ഇരിക്കുള്ളൂ, അതിന് മൂഡ് തോന്നിയാലേ അഭിനയിക്കുള്ളൂ. അപ്പൊ ഷീച്ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ദേഷ്യം വരുന്നത് പട്ടിക്ക് മൂടായിട്ടില്ല എന്ന് പറയുന്നത്, എന്നാലും അഭിനയിക്കുള്ളൂ. ഇവര് വെയിറ്റ് ചെയ്യണം പട്ടിക്ക് മൂടാവാന്. പട്ടിയായിരിക്കും മെയിൻ ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ പറയായിരുന്നു ആ പട്ടിയൊക്കെ ആയിട്ട് 2 സെക്യൂരിറ്റി ഗാർഡും ഉണ്ടെന്ന് കൂടെ. അതിനെ നോക്കാൻ. അതിന്റെ കൂടെ ആര് ഡോഗിനോ? മനസ്സിലായി, ആളവിടുത്തെ സ്റ്റാർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആയി, ഫുഡൊക്കെ ഓൾമോസ്റ്റ് കാലിയായി. അവർ വെറുതെ ഇരിക്കുവാണ്. ആൾക്കാർ വന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ഹോപ്പ്ഫുള്ളി ഡേ 2 ഓൾസോ വിൽ ബി റിയലി ഗുഡ്. എല്ലാവർക്കും നല്ല സെയിൽ ഉണ്ടായെന്ന് തോന്നുന്നു. മേ ബി കുറച്ച് ബ്രാൻഡ്സും എല്ലാം കാണില്ലായിരിക്കും, പക്ഷേ ഐ തിങ്ക് മോസ്റ്റ്ലി ഇവിടേക്ക് ഇപ്പോഴും നല്ല റഷ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 8 o'clock ആയി, നല്ല റഷ് വരുന്നുണ്ട്. വെരി ഹാപ്പി വിത്ത് ദ ഫസ്റ്റ് ഡേ. സോ ഭയങ്കര നന്നായി വേദുവിൻ്റെയും അന്തുവിൻ്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടന്നു. ധന്യനെ കണ്ടു, അനു വന്നു. അടിപൊളി ഒരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇൻ ഹോട്ടൽ വാസ് റിയലി ഗുഡ്. ഇവർ കോർഡിനേഷനും പാർക്കിംഗ്, വാലെ പാർക്കിംഗ് കൊടുത്തത് എല്ലാം അവർ നന്നായി ചെയ്തു. സോ വെരി ഹാപ്പി. എന്തായാലും ഇനി ഡേ 2 എന്തായിരിക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് നാളെ നോക്കാം. ഹായ് ഗായ്സ്, സോ ഇറ്റ്സ് ഡേ 2 ഓഫ് അവർ OHF ഫ്ലീ മാർക്കറ്റ്. ഞാൻ നല്ല ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ തിളക്കമുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. സോ തിളക്കമുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ OHF ഫ്ലീ മാർക്കറ്റിലേക്ക് പോവാണ്. ഫൈനൽ ഡേ ആണ് ആൻഡ് ഹോപ്പ്ഫുള്ളി സെക്കൻഡ് ഡേ വിൽ ബി അടിപൊളി. എല്ലാവരും അവിടെ റെഡിയായി സെറ്റാണ്. വേദുവിനെ ആക്ച്വലി ഇന്നലെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ ചേച്ചിയുടെ മോളൊക്കെ ഉള്ളതുകൊണ്ട് അവന് വീട്ടിൽ പോയി കളിക്കണം എന്ന് പറഞ്ഞു. സോ അവനവിടെ കളിയാണ്, അവന് പോയി പിക്ക് ചെയ്യണം. ആൻഡ് ലെറ്റ് സി ഹൗ ഡേ 2 ടേൺസ് ഔട്ട്. ഭയങ്കര സന്തോഷം. റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യമേ കാണുന്ന കാഴ്ച ഇതല്ലേ, സമയം കറക്റ്റ് 11. ഹാപ്പി ഹാപ്പി ഹാപ്പി. സാന്റാക്ലോസ് ഫുൾ ഫോമിലാണ്. പുതിയ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, മാസ്ക് ഒക്കെ. അറിയോ, പേടിച്ചു പോയി കാണും. ഇതെന്താ പപ്പാനിയും മുതലാളിയും കൂടെ അടി. പപ്പാന് വെറുതെ തല അട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ആ മീശന്റെ അടിയൊക്കെ പോകുന്നു. പപ്പാനിക്ക് അതെന്താ പറയാ, പപ്പാനിക്ക് പിള്ളേർക്ക് മുടി കിട്ടിയ സന്തോഷം. എന്താ സംഭവിക്കുന്നത്? സായിപ്പൊക്കെ വന്ന് പപ്പാനോട് ഫോട്ടോ എടുക്കുന്നു. അമ്പോ അടിപൊളി ക്രൗഡ് വന്നിട്ടുണ്ട്. രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു പ്രശ്നം കാണുമായിരിക്കും. പക്ഷെ നൗ അഗെയിൻ ബാക്ക് ടു ഫുൾ ഓൺ ക്രൗഡ്. സൂപ്പർ ഹാപ്പി, അടിപൊളി. ഇന്ന് ഡാഡിക്ക് ഒരു എക്സ്ട്രാ ബിരിയാണി കൊടുത്തേക്ക്. 15,000 രൂപയുടെ സെയിൽ ഉണ്ടാക്കി തന്നില്ലേ? എന്താ സംഭവിച്ചത്? ഭാഗ്യത്തിന് നമ്മുടെ മോഡൽ ദേവുവിന്റെ കസിൻ സിസ്റ്റർ ആയിപ്പോയി. ദേവു ഉണ്ട്, ചേച്ചിയും ഉണ്ട്. എന്നിട്ട് 1850 ആയിരുന്നു ബില്ല്. എന്നിട്ട് ഡാഡി എന്ത് ചെയ്തു, കാർഡ് സ്വൈപ്പ് ചെയ്തപ്പോ 18,500 പോയി. ആ കുട്ടി, അപ്പൊ ഡാഡി അയ്യോ. അപ്പൊ കുട്ടി എന്താ 18,500 ആയിപ്പോയി. അപ്പൊ കുട്ടി അയ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് കോള്, നീ എവിടെ 18,500 എന്റെ കാർഡ് സ്വൈപ്പ് ചെയ്തേന്ന്. അല്ല ഇപ്പൊ തരാ തിരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ഗൂഗിൾ പേ തരാന്ന് പറഞ്ഞ് ബാക്കി ഗൂഗിൾ പേ ചെയ്തപ്പോഴാണ് സമാധാനമായി. ഞങ്ങളിവിടെ എല്ലാരും അയ്യോ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അത് കറക്റ്റ് സമയത്ത് ഉടനെ ഹസ്ബൻഡ് 18,500 എന്താ നീ വാങ്ങിച്ചത്? എന്താണ്? ഓ താങ്ക് യു. പഴയ കീപാഡ് ഉള്ള ഫോൺ ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ, കീപാഡ് ഉള്ള ബട്ടൺ ഫോൺ, വേദുന്റെ ഉണ്ടോ? കളിക്കുന്ന ഫോണല്ല കേട്ടോ, കുട്ടികളുടെ കളിക്കുന്ന ഫോണല്ല, യൂസ് ചെയ്യുന്ന കീപാഡ് ഫോൺ ഉണ്ടെങ്കിൽ ഈ കൗണ്ടറിൽ വന്നാൽ സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രം വേദു. ഓ, നമ്മുടെ എക്സിബിഷൻ കഴിയാറായപ്പോഴേക്കും ഫുഡൊക്കെ കഴിഞ്ഞു. ആ കൂടെ കാണുന്ന മാക്രൂൺസും പിന്നെ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന കുറച്ച് ബ്രൗണീസും. ലാസ്റ്റ് മൂവ്മെന്റ് ആയപ്പോഴേക്കും സൺഡേ മഴ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നേ, എന്നിട്ടും നല്ല ക്രൗഡ് വന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മഴയുണ്ട് ഇപ്പോ? ചെറുതായിട്ട് മഴ കാണുന്നുണ്ട്. ആൾക്കാര് ഭയങ്കര അല്ലേ? എന്ത് വേണം, ചേച്ചി ഫ്രണ്ട്സിനെ മറ്റേ ഹയാത്തി കൊണ്ടായിരിക്കും ട്രീറ്റ്. ഞങ്ങളെ ഒന്നും വിളിക്കില്ല. പിന്നെ ഈ പപ്പാനിനെ വാടകയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഡെയിലി ഒരു 2,500 രൂപ പ്ലസ് ഫുഡ് ആൻഡ് ട്രാവൽ ആൻഡ് അക്കോമഡേഷൻ. ആണോ?
അല്ലേ? ഒരു 10 പപ്പാരിയായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടുത്ത ട്രിപ്പ് നടക്കാം. ഇപ്പൊ ഞാനൊന്നും മിണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഇതൊക്കെ ഊരി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഈ കുട്ടി ഉണ്ടല്ലോ കാസർഗോഡ് നിന്ന് വരുവാണ്. 2 ട്രെയിൻ മിസ്സായിട്ട് ഹസ്ബൻഡിനോട് വാശി പിടിച്ച് 5 EBയിൽ ഇവിടെ വന്ന് ഈ അറ്റൻഡ് ചെയ്തിട്ട് ഇന്ന് രാത്രി പോവാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. കാസർഗോഡ് നിന്ന് രാവിലെ വന്നിരിക്കുന്നു. കാസിയോ വാച്ച്, കാസിയോന്റെ ലേഡീസ് വാച്ച് ഇട്ടവർക്ക് കൊടുക്കും. ഇവിടെ നിൽക്കുക, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇല്ല. വാ 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 ഇവിടെ. അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ആണ് നമ്മുടെ ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട്. കാസിയോന്റെ ലേഡീസ് വാച്ച്, കാസിയോടെ ലേഡീസ് വാച്ച് ഇട്ട ഏതെങ്കിലും കസ്റ്റമറോ ബ്രാൻഡ് ഓണേഴ്സോ ബാക്കിൽ തന്നെ എത്തി. അനൗൺസ്മെന്റ് കഴിയുന്നതിന് മുമ്പ് എത്തി. അപ്പൊ ഇവിടെ ആളെത്തിയിട്ടുണ്ട്. കാസിയോ വാച്ച് ഇട്ട ആളിന് ഇനി ആരും വരണ്ട. ക്രിസ്മസ് സമ്മാനം. അത് നല്ല മോഡൽ കേട്ടോ, റോസ് ഗോൾഡിന്റെ സംഭവം. ഇന്നലെ വാങ്ങിയാണോ? അപ്പൊ ഐശ്വര്യമുള്ള വാച്ചാ. ഇന്നലെ വാങ്ങിച്ചവരാണ്, പക്ഷെ ഐശ്വര്യം ഉണ്ട്. ഇന്നലെ വാച്ച് വാങ്ങിച്ചത്. ആ പ്രിയക്കാരനില്ലേ? അപ്പൊ കൊടുക്ക്. അപ്പൊ എന്തായാലും കണ്ടത് നന്നായില്ലേ? മേരി ക്രിസ്മസ്. ഞാൻ പറയായിരുന്നു, ഈ പ്രോഡക്ട്സ് സെല് ചെയ്യാൻ അത്ര എളുപ്പമല്ല. യു നോ നോ ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ അങ്ങനെ വന്ന് ചെയ്യില്ല. ഇവരുടെ അതൊക്കെ പിന്നെ എങ്കിലും കണ്ടെങ്കിലും പോവും. ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണം. 18 years സെയിൽസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. 18 years ആയിട്ട് ഇതല്ല, ടോട്ടൽ സെയിൽസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഇവിടെ കഴിവ് വന്നിരിക്കുന്നത്. പ്രൊഡക്ട്സ് നന്നായ പോരല്ലോ, സെല് ചെയ്യാൻ അറിയണ്ടേ. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിരിക്കുവാന്ന്. ഇമാജിൻ ദാറ്റ് കാർ ഡിഫ്യൂസർ ആണെങ്കിലും അതുപോലെ തന്നെ ഇത് ഭയങ്കര നല്ല സാധനം. ജെഫ്രിനെ വരെ ഓർമ്മ എടുപ്പിച്ചു. ആലോചിച്ച് നോക്ക്. ഇത് ഓർഡർ ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ റോൾ ഓൺ പോലെ, അതിന്റെ പകരം ഇല്ല ബാം പോലെ നമുക്ക് ആംപിറ്റ്സിലൊക്കെ ഇടാം. അപ്പൊ സ്വെറ്റ് ചെയ്യും, വിച്ച് ഇസ് ഗുഡ്, സ്മെൽ വോണ്ട് കം. അത് ജെഫ്രി വരെ എടുത്തു. അപ്പൊ ആലോചിച്ച് നോക്ക് കഴിവ്. വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഇന്നിട്ടോണ്ട് വന്നു. അതാണ് ഇത് നാറ്റമില്ല ജെഫ്രിന്റെ ഇത്. അപ്പൊ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അവര് ഇതൊക്കെ സോൾഡ് ഔട്ട് ആയതാന്ന്. ഇവര് രാത്രി ഇരുന്ന് 2 മണിക്കൂർ ഇറങ്ങിയുള്ളൂ. അപ്പൊ കീപ് ഇറ്റ് അപ്പ്, കീപ് ഗ്രോയിങ് അല്ലെ, പാൻ ഇന്ത്യ ആവട്ടെ. ഇപ്പൊ ജോബ് ഒക്കെ വിട്ടു. 18 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ആ ഫീൽഡ് വിട്ടിട്ട് പുതിയതായിട്ട് വരാൻ ഒരു ഗട്ട്സ് തന്നെ വേണ്ടേ. അതൊക്കെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോഫിയിലാ നിക്കുന്നേന്ന് രണ്ടുപേരും അല്ലേ. ആ 4 കപ്പ് കോഫി കുടിച്ചിട്ടാ നിക്കുന്നത്. അതെ, അടിപൊളി. അതെ, നമ്മുടെ അമ്മാസ് ഫുഡ് പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിലുണ്ട്, എക്സിബിഷനിലുണ്ട്. ഉമ്മ ഉണ്ടാക്കുന്നതാണ് എല്ലാം. ഉമ്മ കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഉമ്മേനെ എല്ലാവർക്കും പരിചയമായി കാണും. എത്ര വർഷമേ വരുന്നു. അപ്പൊ ഇതില് നമ്മുടെ ഷോപ്പിലേക്കുള്ളതും അല്ലെങ്കിൽ എക്സിബിഷൻസും പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. വളരെ 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 ഒത്തന്റിക് ആണ്. കംപ്ലൈന്റ്സ് ഒന്നും വരാത്ത. ഇപ്പൊ 1 വർഷം നമ്മുടെ ഷോപ്പില്, 3-4 വർഷം എക്സിബിഷന്റെ വർഷം, ആരും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. നല്ല ക്വാളിറ്റി. ഉമ്മ വീട്ടിലുണ്ടാക്കുന്ന സാധനം കാഷ്യൂ പക്കോട, വളരെ യൂണീക്ക് അല്ലേ. കാഷ്യൂ പക്കാവട. ആൻഡ് ദിസ് ഇസ് റോസ് സിറപ്പ് വെച്ച് ഉണ്ടാക്കിയ അലുവ. അതേ റോസ് പെറ്റൽസ് വരെ ഇവിടെ കാണാം. അതിൻ്റെ കൂടെ പാൽപ്പായസവും ഉണ്ട്, അടപ്രഥമൻ. അപ്പൊ നിങ്ങൾക്ക് എക്സിബിഷൻ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങാം. ഇതും ഷോപ്പിൽ നമ്മൾ വെക്കുന്നതായിരിക്കും. അതിന് ഇതെന്താ? ഓ, ഇതൊക്കെ ഡാഡി ഇല്ലാത്ത ടൈമിൽ തുറന്നാൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ അലുവയൊന്നും നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. ഓ, തീർന്നു, ഇനി കിട്ടില്ല. എത്തി. കൈയും ബാക്കി വെച്ച് സേതുരാമനെ സിബിയെ വരുന്നുണ്ട്. മണത്തറിഞ്ഞതാ. അവിടുന്ന് കഴിച്ചോണ്ട് വരുന്നുണ്ട്. ഡാഡി കുമ്പളങ്ങ അലുവ വേണോ ടേസ്റ്റ്? പ്രിയ മമ്മിക്ക് കൊടുത്ത സാധനം അതിനി ആർക്കും കിട്ടില്ല. പപ്പാനി ഭാഗ്യം, പപ്പാനി കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഒന്നും കഴിക്കില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. കുമ്പളങ്ങ അലുവ നോക്ക്. കുമ്പളങ്ങ അലുവയാ ഡാഡി, ഭയങ്കര ടേസ്റ്റ് ഡാഡി. ആ ആ നിർബന്ധിച്ചാ മതി നന്ദി. ഞാൻ കൊള്ളാവോ? സൂപ്പർ അല്ലേ? ഗണപതിക്ക് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റും. ഇത് നോക്ക്, റോസ് സിറപ്പിൽ ഉണ്ടാക്കിയ അലുവ. അയ്യോ, ഇതൊരു ശരിക്കും റോസ്
ശരിക്കുള്ള റോസ് അല്ലേ വെറുതെ ആർട്ടിഫിഷ്യൽ എസൻസ് ഒന്നും അല്ല കേട്ടോ. അവിടെ നിന്ന് വാങ്ങിച്ചോ, അതിന്റെ ക്യാഷ് ഡാഡി മധുരം ഡാഡി അവിടെ നിന്ന് എപ്പോഴും വാങ്ങിച്ചോ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. പുതിനൊക്കെ അരച്ച് ചേർത്ത് നമ്മുടെ പക്കോട തന്നെ, പക്ഷെ നമുക്ക് സേവറി ആയിട്ട് നല്ല ചൂട് കാഷ്യൂ കഴിക്കുന്നില്ല, ഒരു ചൂട് എന്താ പറയുന്നത് പക്കോട, അതിന്റെ ഒരു ഫ്ലേവർ ആണ് ഇത്. ജസ്റ്റ് പറ്റുമെങ്കിൽ മൈക്രോവേവിലും കൂടെ ഒന്ന് വെച്ച് ചൂടാക്കി കട്ടൻ ചായയും കൂടെ കുടിച്ചാ സംഭവമായിരിക്കും. എന്ത് കട്ടൻ ചായയും പക്കോട. ഭയങ്കര ടേസ്റ്റ്. ഓക്കെ മാ, താങ്ക് യു. ശ്രദ്ധിക്കണം, ഈവിളായിയുടെ എന്തെങ്കിലും ഓർണമെന്റ്സ് ഇട്ടിരിക്കുന്ന ഏതെങ്കിലും കസ്റ്റമർ, റിങ്ങോ ചെയിനോ ബ്രേസ്ലെറ്റോ, അപ്പൊ കൊടുത്തേ പറ്റൂ, കൊടുക്ക്. ആരാ? അത് അത് കറക്റ്റാ. ബ്രേസ്ലെറ്റിന്റെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മേരി ക്രിസ്മസ്. നമ്മള് വിചാരിച്ചു അത് റയർ ആയിരിക്കും. പേടിക്കരുത്. ഓ, പേടിക്കാതെ വാങ്ങിയല്ലോ ഒരു കുട്ടി. ഈയടാ, വാങ്ങുവോ? ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സാന്റാക്ലോസ്. ഇഷ്ടപ്പെട്ടു. നമ്മൾ ആക്ച്വലി ഇവര് പ്രൊഡക്ട്സ് മാത്രമേ കാണിച്ചുള്ളൂ ഗായയുടെ, പക്ഷെ ഇവര് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണണം എന്ന് നമ്മൾ പറഞ്ഞല്ലേ. സോ ഇതില് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ട് ഫാബ്രിക്സ് ഡു യു യൂസ് മെയിൻലി? So we use all natural fabrics, Yeah. like cotton, from cotton to silks. From milk fabric, Yeah, you we know. have milk fabric, we have soybean. Okay. This is sari. Yeah, this is a milk fabric sari. നമുക്ക് സ്കാർഫ് ഗിഫ്റ്റ് ചെയ്തില്ലേ, അതിന്റെ സെയിം ഫാബ്രിക്കില് കെസൈൻ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് അവര് ഇതില് കളർ ചെയ്യാനും ഡൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത്. സോ ഇത് മാരിഗോൾഡ് ആണ്, ഇത് വെച്ചാണ് അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. അപ്പൊ കളർ പോവോ? കളർ പോകത്തില്ല. പോവില്ല. ഇത് മറ്റേ എന്താ പേര് പൂവിന്റെ? മാരിഗോൾഡ്, ജമന്തി. Now you are doing eco printing. Okay. So ഇത് ഓൾറെഡി 2 സ്റ്റെപ്പ് തീർന്നു. ഇനിയിപ്പോ വെള്ളത്തിൽ മുക്കിയിട്ട് This is plain water. പ്ലെയിൻ വാട്ടർ. ഓക്കെ, കൊള്ളാലോ. പ്രിയ ടോട്ട് ബാഗ് ഉണ്ടാക്കുന്നല്ലേ, ഡിസൈനർ. ഇത് എടുത്തിട്ട് എന്താ ചെയ്യണ്ടേ? അപ്പൊ കളർ ഓട്ടോമാറ്റിക്കലി വരുമോ? ഓ ശരി. ഇതില് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യുക, ഇനി മടക്കുക. So if you want, you can add more petals. അപ്പഴേക്ക് മാക്സിമം കളർഫുൾ ആക്കാനല്ലേ നോക്കുള്ളൂ. മൊത്തമായി ഫോൾഡ് ചെയ്ത് ഇനി ഇതിന്റെ അകത്ത് വെച്ച് സ്റ്റീം ചെയ്യും അല്ലേ? ഓക്കെ. ഓ, ഓൾറെഡി വെച്ചിട്ടുണ്ടോ? ഹാഫ് ആൻ അവർ. അത്യാവശ്യമുള്ള അൽമാരിയൊക്കെ കുറെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സെന്റഡ് ക്യാൻഡിൽസ് തന്നതാ. നമ്മൾ എപ്പോഴും ഡ്രസ് അലക്കുന്നത് കുറവാ, അതുകൊണ്ടാണ് സെന്റഡ് ക്യാൻഡിൽസിന്റെ നല്ല മണമുള്ളത്. ഓ പിന്നെ ഞാൻ 2 നേരം കുളിക്കുന്ന അറിയാം. അതാ സോപ്പ് ഉണ്ടെങ്കിൽ സോപ്പ് പോരെ. അതൊന്നുമില്ല, കുളിയില്ല, നനയുമില്ല. സമ്മതിക്കില്ല, 8 മണിയാതെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. കൗണ്ടർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ കാലിയായി. സമാധാനമല്ലോ. മേടിച്ച് തന്നെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ഇവരായിരിക്കും. വിറ്റ പൈസ മൊത്തം ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങി തീർത്തവര്. ഓ സാൻഡയ്ക്ക് ഇനി എന്ത് വേണം? സാൻഡയ്ക്ക് അതെ. എപ്പോഴാളായി 2 കൂടെ കൊടുത്തിട്ട് വേണം ഡ്രസ്സ് മാറാൻ. കുട്ടികളെ തപ്പി നടക്കുവാണ്. 1 കൂടെ കൊടുത്താൽ ജഫറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. കുറ്റി മേടിച്ചിരിക്കുക. എന്തൊരു കൗതുകം നോക്കും മുഖത്ത്. ഓ ഹാപ്പിയായി. ഓ നമ്മളെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു അനൗൺസ് ചെയ്യാം. ആ പയ്യൻ കുറെ നേരം നമ്മുടെ അടുത്ത് നിൽക്കുന്നു. അപ്പൊ വെയിറ്റ് ചെയ്യാം, നമുക്ക് അവരെ കോൺടെസ്റ്റിൽ ജയിച്ചു എന്ന് പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കാം. ഹുഡി ടീഷർട്ടോ ഇട്ട ഏതെങ്കിലും ബോയ്സ് പറഞ്ഞിട്ട് അപ്പത്തേക്ക് തന്നെ ചാടി വന്നു. ഓ ഗിഫ്റ്റ് കിട്ടി. ഉയർന്നു പറഞ്ഞ ബ്രാൻഡ്. ഇവരുടെയും ഭയങ്കര ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദോഹയിലാണ്. എന്നിട്ട് പാഷൻ പേഴ്സ് ചെയ്യാൻ വേണ്ടി അവർ ഇങ്ങനത്തെ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്ന ഓൺലൈൻ സെയിൽസ് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഞാൻ എല്ലാ ബ്രാൻഡ്സും ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പക്ഷെ
മെറ്റേണിറ്റി വെയറാണ്. പക്ഷെ പറഞ്ഞതുപോലെ മെറ്റേണിറ്റി എന്ന് അറിയാത്ത നല്ല കിഡിലെ രാജസ്ഥാനി പ്രിന്റ്സ് ഒക്കെ ഉള്ള മെറ്റേണിറ്റി വെയർ. കൊള്ളാല്ലേ? പക്ഷെ പ്രിയക്ക് അത് കാഷ്വൽ വെയർ ആയിട്ട് ഇടാം. അതാണ് ഗുണം. അതുകൊണ്ട് കണ്ട സീം നമ്മുടെ ക്ലൈമറ്റിന് വേണ്ടി പറ്റിയ സംഭവം. മാച്ച് സിബ് അറിയത്തുമില്ല. അതെ അടിപൊളി. അതെ. എന്തൊരു ആൾക്കാരല്ലേ പാഷൻ എന്ന് പറഞ്ഞു എന്തൊക്കെ ചെയ്യുന്നു. And she came from Doha just ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്യാനായിട്ട് exhibition വേണ്ടി മാത്രം. അടിപൊളി. ക്ലോസിംഗ് ടൈം ആയി. വെരി 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 ഗ്രേറ്റ്ഫുൾ ടു എവ്രി വൺ ഹു കേം ആൻഡ് സപ്പോർട്ടഡ് us. പ്രിയ മാഡം ഹാപ്പി അല്ലേ? അല്ലേ? ഈ വെതറിൽ വരെ വന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തില്ലേ? ഹാപ്പി അല്ലേ? പ്രിയ ഡിസൈൻ ചെയ്ത ബാഗ് എങ്ങനെ ഇരിക്കും? ഇതൊക്കെ നീ മാറ്റൂലേ? പെറ്റൽസ് മാറ്റാലോ? How do you change this? The petals? How do you remove? ജസ്റ്റ് കുടഞ്ഞാ മതി. അടിപൊളി. സ്പെഷ്യൽ താങ്ക്സ് ടു റാഡിസൺ ബ്ലൂ. അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അവരുടെ സൈഡിൽ നിന്നുള്ള ലൈക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാനാണെങ്കിലും അതുപോലെ തന്നെ പാർക്കിങ്ങിനാണെങ്കിലും അവരുടെ സർവീസ്, ഇവർ വെൻഡേഴ്സിന് കൊടുത്ത കോഫി, ടീ, വെൽക്കം ഡ്രിങ്ക്സ്, ഇപ്പോൾ വാലെ പാർക്കിംഗ്, എല്ലാത്തിനും ഒരു ബിഗ് താങ്ക്സ് ഫോർ റാഡിസൺ ബ്ലൂ. ആൻഡ് ഓബ്വിയസ്ലി നമ്മുടെ ഓഡിയൻസിനും അതുപോലെ തന്നെ നമ്മുടെ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരും, സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരെല്ലാവരും പ്ലസ് ബ്രാൻഡ് ഓണേഴ്സിനൊക്കെ ബിഗ് താങ്ക് യു. So happy, can't wait to do the next OHF flea market. ഇനി നമ്മൾ ഇതിലെ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്ത് ഇനിയും ബെറ്റർ ആക്കും. സോ എന്തായാലും താങ്ക് യു സോ മച്ച് പ്രിയ. അപ്പൊ ഓക്കെ, എന്താണ് ഗേൾസ് ഗാങ് ഫുൾ ഇരുന്ന ഡിസ്കഷൻ. അപ്പൊ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ കേട്ടാ ഫോർ ദ ഗ്രാൻഡ് സക്സസ് ഓഫ് OHF ഫ്ലീ മാർക്കറ്റ് കൊച്ചി 2024. രണ്ടുപേർക്കും, ഫ്രണ്ട്സിനും പ്രിയക്കും. പിന്നെ പപ്പാനീനെ മറക്കരുത്. പപ്പാനി വെറുതെ ഡ്രസ് ഇട്ട് എന്തിനാ പറയണത്? ഒന്നുമില്ല ഇനി വരണ്ട കേട്ടോ ജഫ്രി. ഇനി പപ്പാനെ നിക്കണ്ട കേട്ടോ. ഇനി വരില്ല ഒന്നിലും. പപ്പാനി ഡ്രസ് എടുത്തില്ല, അങ്ങനത്തെ ഒരു പപ്പാനിയാണ്. എന്തായാലും എല്ലാം അടിപൊളിയായി നടന്നല്ലോ. ഹാപ്പി അല്ലേ? ഫുൾ ടീമും ഓഡിയൻസും ബ്രാൻഡ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ഇനി അങ്ങോട്ട് യാത്രകൾ തുടങ്ങുവാണ് അല്ലേ ആവുന്നത്. ഇനി നമ്മുടെ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് പുതിയ ഷോപ്പിൽ നമ്മൾ ഇനിയിപ്പോ ഇനി ഈ വരുന്ന ഫ്രൈഡേ സാറ്റർഡേ December 6th and 7th നമ്മൾ രാത്രി 12 o'clock വരെ ഓപ്പൺ ആണ്. നമ്മൾ പുതിയ കളക്ഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ വരുക, നമ്മളും അവിടെ കാണും. ഷോപ്പിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അവിടെയും വരുന്നവർക്കൊക്കെ നമ്മൾ ഈ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമായിരിക്കും അല്ലേ? പിന്നെ ലക്കി ഡ്രോ ഉണ്ട്. ലക്കി ഡ്രോ ഉണ്ട് 7,000 rupees വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക്. സോ എന്തായാലും ഉണ്ട് ഷോപ്പിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം, അല്ലെങ്കിൽ ഷോപ്പിൽ വെച്ച് ഈ വീക്കെൻഡ് കാണാം, ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതൊരു സ്റ്റേ ഹെൽത്തി. ബൈ.